ടേസ്റ്റിയായ ഒരു സ്നാക്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് 3 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം എന്ന തോതിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് എന്തെല്ലാം ചേരുവകളാണ് ചേർത്ത് കൊടുക്കുന്നത് നോക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു സ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. 1.5 കപ്പ് അരിപ്പൊടിയാണ്, കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കി അരിപ്പൊടി ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ സ്നാക്സ്. ഇതുപോലെ തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം ചൂട് പോയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് തണഞ്ഞതിന് ശേഷം ഒന്ന് കുഴക്കണം. അതിന് മുൻപായിട്ട് ഞാൻ 2 പൊട്ടോട്ടോ ഉപ്പിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ഈ അരിപ്പൊടി കുഴച്ചെടുക്കാൻ. ഈ ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് നന്നായി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് കയ്യിൽ മെഴുക്ക് പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ റിങ്ങാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനിങ്ങനെ റിങ്ങാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണിത്, ഹെൽത്തിയുമാണ്. ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും എല്ലാം കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. ഇങ്ങനെ റിങ് ഷേപ്പ് ആകുമ്പോൾ അവർക്ക് ഒന്നുകൂടെ ഇഷ്ടമായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. വളരെ സിമ്പിൾ റെസിപ്പിയാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈകുന്നേരമൊക്കെ 4 മണി പലഹാരമായിട്ട് ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്സ്. ഓക്കെ, വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.